ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പായ ലുലുവിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ്സ് ലുലു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത കോഴിക്കോട് ലുലു മാൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ലുലു ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റാഫുകളെ ലുലുവിലേക്ക് ഇപ്പോൾ ഹയറിംഗ് നടക്കുന്നുണ്ട്. വിവിധ ലൊക്കേഷനുകളിലായിട്ട് ഒരു വാക്കിൻ ഇന്റർവ്യൂ വഴിയൊക്കെയാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. കോഴിക്കോടൊക്കെ ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് അവർ ഇതിനു വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് കാൻഡിഡേറ്റ്സിനൊക്കെ ലുലുവിൽ ജോലി നേടാനുള്ള മികച്ചൊരു അവസരമാണ് അവർ ഇപ്പോൾ ഒരുക്കുന്നത്. കാരണം ഒരു വാക്കിൻ ഇന്റർവ്യൂ കേരളത്തിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലൊക്കേഷൻസിലേക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ലുലു തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു വാക്കിൻ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വിവിധ പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന പൊസിഷനാണ്. മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ലുലുവിന്റെ വേക്കൻസീസ് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉള്ള എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, മറ്റേതൊരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ ലുലുവിന്റെ വേക്കൻസീസ് ഞാൻ എൻ്റെ ഈ ഒരു ജോബ് ഹണ്ടർ എന്ന ഒരു ചാനൽ ത്രൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള വേക്കൻസീസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നു, ഏകദേശം ഒരാഴ്ച ഒരു കാലഘട്ടത്തിനുള്ളിൽ ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നതാണ്. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തുക, എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലുലുവിൽ വേക്കൻസി വന്നിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ ആത്മാർത്ഥമായി ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് മിസ്സാവില്ല. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ലുലുവിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. വാക്കിൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. കേരളത്തിലേക്ക് വേണ്ടിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. വിവിധ പൊസിഷനിലായിട്ട് വേക്കൻസീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള പൊസിഷന് സൂപ്പർവൈസറിന്റെ വേക്കൻസി ആണ്. 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, സൂപ്പർവൈസർ എന്നൊരു പൊസിഷനിലൊക്കെ പൊതുവെ ഏതൊരു റീറ്റെയിൽ ഗ്രൂപ്പ് ആയാലും എക്സ്പീരിയൻസ് ചോദിക്കും. സോ ഇവിടെ നമുക്കൊരു ബെനിഫിറ്റ്, നമുക്കൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സൂപ്പർവൈസർ പൊസിഷന് ഇവിടെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല. അത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്യാം. സോ ഡിഗ്രി യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഡിഗ്രി ഉള്ള ഒരു 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു സമാന്തര റോളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു പൊസിഷനാണ് സെയിൽസ്മാൻ അഥവാ സെയിൽസ് വുമൻ. സെയിൽസ് ചെയ്യുന്ന ലേഡീസ്, സെയിൽസ് ചെയ്യുന്ന ബോയ്സ്, ഈ രണ്ട് പൊസിഷനിലും വേക്കൻസി വരുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പൊസിഷന് അവർ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിക്കുന്നത് കേവലം +2 മാത്രമാണ്. അടുത്ത ഒരു പൊസിഷനാണ് കാഷ്യർ. ഈ ഒരു സെയിൽസ്മാൻ, സെയിൽസ് വിമൻ പോലെ തന്നെ ഒരുപാട് വേക്കൻസി വിവിധ ഹൈപ്പർ മാർക്കറ്റിലായിട്ട് അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ വേക്കൻസി വരുന്ന ഒരു കാര്യമാണ് ഈ കാഷ്യർ എന്നുള്ളത്. കാഷ്യറിനും ഒരുപാട് വേക്കൻസി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ മൊത്തമായിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് കാഷ്യർ പൊസിഷനിലേക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. +2 മാത്രമാണ് അവർ ചോദിക്കുന്ന യോഗ്യത. മറ്റു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. അടുത്തൊരു പൊസിഷനാണ് ഈ ഒരു കൊമ്മി ഷെഫ് ഡേ പാർട്ടി, അതേപോലെ ഷെഫിന്റെ വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. അതിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 2 വർഷമൊക്കെ റീറ്റെയിൽ അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ബുച്ചർ, ഫിഷ് മോങ്ങറിന്റെ വേക്കൻസി ഉണ്ട്. 2+ ഇയർ ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞൊരു വാക്കിൻ ഇന്റർവ്യൂ ആണ്. വാക്കിൻ ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇവർ എവിടെയാണോ ഇന്റർവ്യൂ നടത്തുന്നത് അവിടെ നിങ്ങൾ ചെല്ലണം. ഈ ചെല്ലുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം എവിടെ വെച്ചാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെന്യൂ, സ്ഥലം വരുന്നത് മാരിയറ്റ് സോളിറ്റയർ ആണ്.
എടപ്പള്ളി PO കൊച്ചിയിൽ വെച്ചാണ്, നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എടപ്പള്ളിയിലുള്ള മാരിയറ്റ് സോളിറ്റയറിൽ വെച്ചാണ് ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഈ ഒരു വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്ന തീയതിയും നിങ്ങൾ നോട്ട് ചെയ്യുക. ഡിസംബർ 4, 2024, ഈ വരുന്ന ഡിസംബർ 4-നാണ് ഇതിന്റെ ഒരു ഇന്റർവ്യൂ വരുന്നത്. അത് ബുധനാഴ്ച രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 3 മണി വരെയാണ് ഇതിന്റെ ഒരു ടൈമിംഗ് വരുന്നത്. നിങ്ങൾ ആ ഒരു വെന്യൂവും ടൈം സ്ലോട്ടും നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, മിസ്സാക്കരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ നിങ്ങൾ കയ്യിൽ കരുതുക. മറ്റു സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ കരുതുക. ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ. പലപ്പോഴും ഫ്രഷറായ കാൻഡിഡേറ്റ്സിനൊക്കെ സംശയമുണ്ടാവും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ എന്ന് വെച്ചാൽ എന്തൊക്കെ അതിൽ വെക്കണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ID നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കുക. കാരണം നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഈ റെസ്യൂമയിലുള്ള നമ്പറും ഇമെയിൽ IDയും നോക്കിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരിക. സോ നമ്പറൊക്കെ പ്രത്യേകം കറക്റ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾ എവിടെയാണോ പഠിച്ചത്, അതിന് എത്ര മാർക്ക് ഉണ്ട് മുതലായ കാര്യങ്ങളൊക്കെ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ആ റെസ്യൂമിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠനത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും റീറ്റെയിൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യുക. നിങ്ങളുടെ കോഴ്സായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതൊക്കെ നിങ്ങൾ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫീൽഡിൽ സ്കിൽസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MS Excel അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ആ റെസ്യൂമിൽ ആഡ് ചെയ്യുക. അതാണ് ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം. ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ കമ്പനിയിലാണ് മുന്നേ വർക്ക് ചെയ്തത്, എന്ത് പൊസിഷനിലാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തത്, എത്ര കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യമാണ് അപ്ഡേറ്റഡ് റെസ്യൂമെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കയ്യിൽ അതിലൊരു റെസ്യൂമിൽ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ ലുലുവിലേക്കുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട്, ഈ ഒരു റിക്രൂട്ട്മെന്റ് വേണ്ടി ഒരു ഏജൻസിക്ക് ഒന്നിനും നിങ്ങൾ പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ലുലു ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നല്ല സ്കില്ലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റ് അവർ ഹയർ ചെയ്യുന്നതാണ്. മറ്റ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നല്ലൊരു അവസരമാണ്. ലുലുവിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ലുലുവിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിലാണ് ഇത്രയും വേക്കൻസി വന്നിട്ടുള്ളത്. മറ്റേ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പറഞ്ഞ ഒരു കാര്യം കൂടി വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ വീണ്ടും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.